നമസ്കാരം, സുപ്രഭാതം. ഇന്നത്തെ പ്രഭാത ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിത വിജയത്തിന് ആഗ്രഹം ആവശ്യമാണെങ്കിലും അത്യാഗ്രഹം ആപത്താണ്. അത്യാഗ്രഹികൾക്ക് ധർമാധർമ്മ വിവേചനം ഉണ്ടാവില്ല എന്നതിനാൽ അത് വ്യക്തികളെ നശിപ്പിക്കും. അമിതമായ ആശയാണ് നിരാശയ്ക്ക് വഴിവെക്കുന്നത് എന്നതിനാൽ അത് ഒഴിവാക്കണം. എത്തിപ്പിടിക്കാവുന്നതേ ആശിക്കാവൂ. അഹങ്കരിക്കുന്ന വ്യക്തിയെ സുഹൃത്തുക്കളടക്കം ആരും ഇഷ്ടപ്പെടുകയില്ല. അഹങ്കാരി ഒടുവിൽ നാശത്തിലേക്കാണ് കൂപ്പുകുത്തുക. ജീവിതത്തിൽ ഒരിക്കൽ വിജയം വന്നാൽ പിന്നെ വിജയം താനെ വന്നുകൊള്ളുമെന്ന് കരുതരുത്. അത് നാശത്തിന് വഴിവെക്കും. അലംഭാവം ഉപേക്ഷിച്ച് പുതിയ അവസരങ്ങൾ എപ്പോഴും തേടിക്കൊണ്ടിരിക്കുക. കാര്യങ്ങളെല്ലാം ഭാഗ്യത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് വിജയം ഒരു സുപ്രഭാതത്തിൽ പടി കയറി വരുമെന്ന് വിശ്വസിച്ച് അലംഭാവം പൂണ്ടിരിക്കുന്നവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് ജീവിക്കുന്നത്. അസൂയ അധമ മനസ്സിൻ്റെ ലക്ഷണമാണ്. അതിനെ നല്ല നിലയിൽ ഉപയോഗപ്പെടുത്തിയാൽ ആരോഗ്യകരമായ മത്സരമായി വളർത്തിയെടുക്കാൻ കഴിയും. കുറുക്ക് വഴിയിലൂടെയുള്ള വിജയം ശരിയായ ജീവിത വിജയമല്ല. ഭാഗ്യക്കുറി അടിക്കുന്നവനെ ജീവിത വിജയി എന്ന് പറയാൻ സാധിക്കില്ല. അത് യാദൃച്ഛികവും താൽക്കാലികവുമാണ്. അവിഹിത മാർഗങ്ങളിലൂടെ ധാരാളം പണം സമ്പാദിക്കുന്നതും ജീവിത വിജയമല്ല. പണം അധ്വാനത്തിലൂടെ നേടിയെടുക്കണം. മിഥ്യാധാരണ അപകർഷതാബോധത്തിലേക്ക് നയിക്കുമെന്നതിനാൽ തുടക്കത്തിലെ മാറ്റിയെടുക്കണം. തൻ്റെ ഭാര്യയെ മറ്റൊരാൾ സ്നേഹിക്കുന്നുണ്ടെന്ന് സംശയിക്കുന്നയാളും തന്നെ ഭർത്താവ് സ്നേഹിക്കുന്നില്ലെന്ന് എപ്പോഴും പരാതിപ്പെടുന്നവളും മിഥ്യാധാരണയുടെ പിടിയിലാണ്. ഇവർ കൗൺസിലിങ്ങിന് വിധേയരാകണം. നമ്മുടെ വ്യക്തിത്വത്തെ വികസിപ്പിക്കാൻ ചിന്തകളെ പ്രചോദനാത്മകമാക്കണം. എന്തുകൊണ്ടെന്നാൽ ചിന്തകളാണ് നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നത്. ജീവിതത്തെ നിഷേധാത്മകമായി കാണരുത്. അതിൻ്റെ ഫലം ആത്മനിന്ദയും ആത്മനാശവുമായിരിക്കും. ജീവിതത്തിൽ പ്രത്യാശയും സന്തോഷവും സംതൃപ്തിയും നിറക്കാൻ പ്രചോദനാത്മകമായ സൽചിന്തകൾ നമ്മെ നയിക്കാൻ അനുവദിക്കണം. ജീവിത വീക്ഷണത്തെ ക്രിയാത്മക രീതിയിൽ ചിട്ടപ്പെടുത്തുന്നതിന് ചിന്താശീലം വളർത്തിയെടുക്കണം. കാരണം മനോഭാവവും ചിന്താരീതിയുമാണ് നമ്മുടെ ചര്യകളിൽ പ്രതിഫലിക്കുന്നത്. ജീവിതത്തെ മാറ്റിമറിക്കാൻ ചിന്തയെ തന്നെ മാറ്റണം. കാരണം ചിന്ത നമ്മുടെ പ്രവർത്തന മണ്ഡലത്തെയും ബാഹ്യലോകത്തെയും മാറ്റിമറിക്കുന്നു. അറിവിൻ്റെ ശക്തി കരസ്ഥമാക്കാൻ ചിന്താശീലം അനിവാര്യമാണ്. കാരണം ആഹാരത്തിന് ദഹനം എന്ന പോലെയാണ് അറിവിന് ചിന്ത. ചിന്തയും ജീവിത വീക്ഷണവും ക്രിയാത്മകമായിരിക്കുന്നത് ജീവിത വിജയം നേടാൻ സഹായിക്കും. ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ആശയങ്ങൾ കണ്ടെത്തി പ്രാവർത്തികമാക്കാൻ നമ്മൾ ശ്രമിക്കണം. ക്രിയാത്മകമായ നല്ല ആശയങ്ങൾ പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞാൽ വേണ്ടത്ര ധനവും ഉണ്ടാക്കാം. ആശയം എന്തിൽ നിന്നും വരാം. അലസത എന്ത് വില കൊടുത്തും ഒഴിവാക്കണം. അലസത ജീവിത വിജയത്തിൻ്റെ മുഖ്യ ശത്രുക്കളിൽ ഒന്നാണ്. അലസൻ്റെ മസ്തിഷ്കം ചെകുത്താൻ്റെ പണിശാലയാണ്. അതിനാൽ ബുദ്ധിയെ എപ്പോഴും പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കണം. ജീവിതത്തിൽ എത്രയേറെ ദൗർഭാഗ്യങ്ങളും പരാജയങ്ങളും തിരിച്ചടികളും ഉണ്ടായാൽ പിന്മാറാതെ അടിപതറാതെ ആത്മധൈര്യത്തോടെ നിരന്തരമായി പരിശ്രമിക്കുന്നവർക്ക് ജീവിത വിജയം നേടാൻ കഴിയൂ. അധ്വാനത്തോടൊപ്പം ആസൂത്രണവും ബുദ്ധിയും ഉപയോഗിക്കുക. അധ്വാനത്തിൻ്റെ ഭാരം കുറയും. ജീവിതത്തിലെ എല്ലാ വിജയങ്ങളുടെയും ആരംഭം ആഗ്രഹത്തിലാണ്. ആഗ്രഹിച്ചവനെ വിജയം നേടാൻ കഴിയൂ. അത് തീവ്രമായ ആഗ്രഹം തന്നെ ആയിരിക്കണം. ആകാശത്തെ നക്ഷത്രങ്ങൾ കൊണ്ടാണ് അളക്കേണ്ടത്, കൊഴിഞ്ഞു വീണ ഇലകൾ കൊണ്ടല്ല. ജീവിതത്തെ സത്ചിന്തകൾ കൊണ്ടാണ് അളക്കേണ്ടത്, ഭൗതിക സമ്പാദ്യം കൊണ്ടല്ല. ഗുണകരവും പ്രചോദനാത്മകവുമായ ചിന്തകൾ തന്നെയാണ് ജീവിതത്തിന് നിറം പകരുന്നതും അത് സുന്ദരമാക്കുന്നതും വിജയകരമാക്കുന്നതും. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് സ്നേഹത്തോടെ ഹുസൈൻ മൂർക്കനാട്.